നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് ബിസിനസ് ചെയ്യുന്നവർ മാർക്കറ്റിങ്ങിലും സെയിൽസിലും അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും അവയ്ക്കുള്ള സൊല്യൂഷൻസും വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ച് ആസ് എ വാട്സപ്പ് എക്സ്പേർട്ട് എനിക്ക് തരാൻ കഴിയുന്നതായിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു കാലത്ത് എങ്ങനെയൊക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ നമുക്കൊരു നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന് എങ്ങനെ ഒരു നല്ലൊരു വൗ ഫീൽ കൊടുക്കാം തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണ ഞാൻ പറയാനുള്ളത് പോലെ തന്നെ എന്താണ് ആദ്യം ഈ ഒരു മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ കണ്ടെത്തിയിട്ടുള്ളതും അതുപോലെ ഞാൻ എൻ്റെ റിസർച്ചിൽ വെളിവാക്കപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഇവരുടെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ കണ്ടെത്തി. അതിൽ എൻ്റെ കണ്ണിലൂടെ എനിക്ക് നൽകാൻ കഴിയുന്ന കുറച്ച് സൊല്യൂഷൻസുമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സീസണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഏതൊരു രാജ്യത്തും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും ടൂറിസ്റ്റ് സീസൺസ് ഉണ്ട്. അത് ഒരു 5-8 മാസങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കുറവാവാം. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ബിസിനസ്സിൽ കുറേ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതുപോലെ രണ്ടാമത് വരുന്നതാണ് കോമ്പറ്റീഷൻ. ഇന്ന് ഒട്ടനവധി ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രാവൽ കമ്പനീസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഫ്രീലാൻസ് ആയിട്ടും അല്ലാതെയും അൺഒഫീഷ്യലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ കുറേ പ്ലെയേഴ്സ് വേറെയുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കോമ്പറ്റീഷനിൽ നിന്ന് ഈ ആളുകളൊക്കെ നമ്മൾ മറികടന്നിട്ട് വേണം നമുക്ക് ബിസിനസ് ചെയ്യാൻ. പിന്നെ ചേഞ്ചിങ് കൺസ്യൂമർ ബിഹേവിയർ. ഓരോ സമയത്തും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അവരുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും, അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ടായി. പഴയ ഡെസ്റ്റിനേഷൻസ് പിന്നെ ഔട്ട് ഓഫ് മാർക്കറ്റായി പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കുറയുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ അവിടെ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതും ഈ ഒരു ടൂറിസത്തെ സംബന്ധിച്ച് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ വരുന്നതാണ് നമ്മളെ ടെക്നോളജി ചേഞ്ചസ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ റിവ്യൂസ്, കൂടാതെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. ടെക്നോളജിക്കൽ ചേഞ്ചസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു ടൂർ ഓപ്പറേറ്ററെ സംബന്ധിച്ച് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. പാക്കേജസ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഹോട്ടൽസ് ആണ്, റിസോർട്ട്സ് ആണെങ്കിലും ഇനി ടാക്സി സർവീസ് ആണെങ്കിലും എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്. കാരണം ഇവയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ടൂർ ഏജൻറ്റ് അല്ലെങ്കിൽ ടൂറിസം ട്രാവൽ കമ്പനി അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കണം എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ. ആളുകൾക്ക് ഓരോ സ്ഥലത്തെക്കുറിച്ചും ഓരോ ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചും അവിടുത്തെ ഓരോ സ്പെഷ്യാലിറ്റിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ എല്ലാവരും അവെയറാണ്. കൂടാതെ പറയുകയാണെങ്കിൽ ഓൺലൈൻ റിവ്യൂസ്, ഇപ്പോൾ ഓരോ സ്ഥലത്തെയും അല്ലെങ്കിൽ ഓരോ കമ്പനിയെക്കുറിച്ചും അവരുടെ സർവീസിനെ കുറിച്ചൊക്കെ റിവ്യൂസൊക്കെ എല്ലാവരും നോക്കിയിട്ടാണ് ഇന്ന് ബുക്കിങ്ങും അല്ലെങ്കിൽ യാത്രയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കണം. പിന്നെ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം തന്നെ, റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളും ഫീഡ്ബാക്കുകളൊക്കെ. അതിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ കാണിക്കുന്നു, ഈ ഒരു എല്ലാ സംഭവത്തിലും എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ കാണിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് വരില്ല. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചലഞ്ചുകൾ. കാരണം ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ഓണ്ടർപ്രണർക്ക് ചിലപ്പം അതിനെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ ആവില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ പല കമ്പനികളും അല്ലെങ്കിൽ പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളും അവർക്ക് തോന്നിയ പോലെ ചെയ്യലും അതുപോലെ തോന്നിയ പോലെ ആഡ് ചെയ്യലും കോസ്റ്റ് കൂടലും റിസൾട്ട് ഇല്ലാതൊക്കെ വരും. നമ്മൾ ഓരോ ഏരിയ അല്ലെങ്കിൽ ഓരോ ആഡിനെ ഓരോ ഏരിയ സ്പെസിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ ടാർഗറ്റ് ഓഡിയൻസ് സ്പെസിഫൈ ചെയ്തിട്ടൊക്കെ ചെയ്യണം. ഞാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞ് വന്ന് അയാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല. എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് സിറ്റി ബേസ്ഡ് ആയിട്ടാണ്, അതുപോലെ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മൾ ഇത് പ്ലാൻ ചെയ്യുമ്പോഴും എന്ത് വേണം, ഇവരെ പിന്നെ വീണ്ടും റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിനുള്ള ഫെസിലിറ്റീസും എല്ലാം നടത്തണം. കൂടാതെ ഈ ഒരു ടൂറിസം അല്ലെങ്കിൽ ട്രാവൽ കമ്പനിയെ സംബന്ധിച്ച് നമുക്കൊരു മൾട്ടിപ്പിൾ ലാംഗ്വേജിലൊക്കെ ആഡുകൾ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പല സ്ഥലത്തുനിന്ന് പല ടാർഗറ്റ് ഓഡിയൻസിൽ അവരുടേതായിട്ടുള്ള മദർ ടങ്ങിൽ അല്ലെങ്കിൽ അവരുടെ
മാതൃഭാഷയിൽ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വളരെയധികം ഇൻഫ്ലുവൻസ് കിട്ടും, റീച്ചും കിട്ടും. സപ്പോസ് നമ്മൾ ഇവിടുത്തെ ഒരു കേരള ഒരു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹിന്ദിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിയിൽ അല്ലെങ്കിൽ മറാഠിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ടൂറിസം നമ്മൾ വിചാരിച്ചതിലപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഡിൻ്റെ റീച്ച് നമ്മൾ വിചാരിച്ചതിലപ്പുറം പോകും. കാരണം ഏതൊരു ആഡും നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ കാണുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കും. പിന്നെ സാധാരണ ഞാൻ പറയുന്ന പോലെ തന്നെ കോമൺ പ്രോബ്ലംസ്, ഇപ്പോൾ ഡിലേ, റെസ്പോൺസ് കൊടുക്കുന്നതിൽ ഡിലേ വരുത്തുക, ഫോളോ അപ്പ് ചെയ്യുന്നതിൽ ഡിലേ വരുത്തുക, ശരിക്കുള്ള ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കുക, ഓട്ടോമേഷൻ ഇല്ലാതിരിക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത് എല്ലാ ബിസിനസ്സിലും നമ്മൾ കോമൺ ആയിട്ട് വരുന്നതിനാണ്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നിങ്ങൾക്ക് സ്വന്തം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കുറേ ഉണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ ക്ലൈമറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ മഴ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നാലേ നമ്മുടെ കൺട്രോളിൽ അല്ലാതിരിക്കുള്ളൂ. നമ്മുടെ കൺട്രോളിൽ വരുന്ന സംഭവങ്ങളിൽ നമ്മൾ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ആരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ആസ് എ വാട്സപ്പ് എക്സ്പെർട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ വാട്സപ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെറ്റാ പ്ലാറ്റ്ഫോം മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുപോലെ നമ്മളൊരു ക്ലിക്ക് ടു വാട്സപ്പ് ആഡ്സ് ഒക്കെ ചെയ്യുക, കറക്റ്റ് സമയത്ത് റെസ്പോൺസ് കൊടുക്കുക, നിങ്ങളൊരു വിർച്വൽ അസിസ്റ്റൻറ്റിനെ ഉപയോഗപ്പെടുത്തുക. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സും അവർക്കുള്ള പ്രൊമോഷൻസൊക്കെ കൊടുക്കുക. മാക്സിമം അവരുടെ ആ ഒരു വാട്സപ്പ് നമ്പറിലൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്സും റിവ്യൂസൊക്കെ കളക്ട് ചെയ്യുക. നിങ്ങൾ ഓരോ ട്രിപ്പിന് ശേഷം അല്ലെങ്കിൽ ഓരോ ക്ലയൻറ്റിനോടും അല്ലെങ്കിൽ ഓരോ കസ്റ്റമറോടും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടേതായിട്ടുള്ള സജഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം. കൂടാതെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. മാക്സിമം കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ വരുന്ന ഓരോ ലീഡുകളും നിങ്ങളുടെ CRM-ഉമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓട്ടോ മോഡിൽ തന്നെ കുറേ ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് എൻക്വയറീസ് കൂടുതലായിരിക്കും. അതിൽ നമ്മൾ മാനുവലായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമേഷൻസും CRM-ഉം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക. പിന്നെ ക്രോസ് സെല്ലിങ് ആൻഡ് അപ്പ് സെല്ലിങ്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പാക്കേജ് ചോദിച്ച് അതിൽ എങ്ങനെ ആളുകൾക്ക് മറ്റുള്ള അല്ലെങ്കിൽ അതിനെ അപ്സെല് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നോക്കുക. കൂടാതെ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ വേറെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ പാക്കേജോ അങ്ങനത്തെ എന്ത് നമ്മൾ എക്സ്ട്രാ അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഈ കാര്യങ്ങൾ അത് നിങ്ങളുടെ സ്റ്റാഫിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇതെല്ലാം പ്ലാൻഡ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം ഒരു ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ചാറ്റ് ബോട്ടിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഓട്ടോമേഷൻ്റെ സഹായത്തോടെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അവരുടേതായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നൊരു ഓർമ്മിക്കേണ്ടതല്ല വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ ഡാറ്റ നിങ്ങളുടെ അടുത്തുണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 1 ഇയറിനൊക്കെ ശേഷം നിങ്ങൾ വീണ്ടും അവർക്കൊരു കോണ്ടാക്ട് ചെയ്യാം, അവരെ മെസ്സേജുകൾ ത്രൂ ആയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സും ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ അവരെ ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റും നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും പുതിയ കസ്റ്റമറെ തേടി പോകേണ്ടതായിട്ടുള്ള കോസ്റ്റും അല്ലെങ്കിൽ ആഡിൻ്റെ കോസ്റ്റ് വരുന്നില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കിട്ടുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ അഡ്വർടൈസിങ് കോസ്റ്റ് വളരെ കുറക്കാൻ പറ്റും. കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബുക്കിംഗ് കിട്ടും. കാരണം അവർക്ക് ഓൾറെഡി നമ്മളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നടപ്പ് വരുത്തുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.